നമുക്കിന്ന് ഒരു നന്നാറി സർവത്ത് അല്ലെങ്കിൽ നറുനീണ്ടി സർവത്ത് ഉണ്ടാക്കി നോക്കാം. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം, ധൈര്യമായിട്ട് കഴിക്കാം. ഒരു മായവും കളറും ഇല്ല എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പം അതിന് നമ്മൾ ഒരു 50 ഗ്രാം നറുനീണ്ടി കിഴങ്ങ് തലേ ദിവസം സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വാഷ് ചെയ്യണം. അതിൻ്റെ മണ്ണും ചെളിയും എല്ലാം കഴുകിക്കളഞ്ഞതിന് ശേഷം വേണം ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് ഇടാനായിട്ട്. അപ്പം അത് പിറ്റേ ദിവസം നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചതച്ചെടുത്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം അതിനുശേഷം നമ്മൾ 50 ഗ്രാം ഈ നറുനീണ്ടി കിഴങ്ങിനായിട്ട് 1.5 ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത്. അപ്പം അതിൽ നമ്മൾ തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ച വെള്ളവും അതുകൂടാതെ എക്സ്ട്രാ വെള്ളവും കൂടി ചേർത്ത് 1.5 ലിറ്റർ വെള്ളത്തിലാണ് ഇത് തിളപ്പിക്കാൻ പോകുന്നത്. അപ്പം ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറും വന്നു തുടങ്ങും. അപ്പം നമ്മളിതൊരു 1/3 കുറുക്കിയെടുക്കാൻ പോവുകയാണ്. ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 500-700 ml ഇടയിലായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് കുറുക്കിയെടുത്തതിന് ശേഷം നമ്മളത് മാറ്റി വയ്ക്കുന്നു. പിന്നെ സർവത്തിന് മധുരം കൊടുക്കാനായിട്ട് നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു 500 ഗ്രാം പഞ്ചസാരയാണ് ഇതിനു വേണ്ടി ചേർക്കുന്നത്. ആ പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഈ സർവത്തിന് നല്ല കളറ് വരുന്നത്. ഈ പഞ്ചസാര ചെറുതായിട്ട് ഉരുക്കി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ആഡ് ചെയ്യണം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം പഞ്ചസാര അലിയുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ഏലക്കായ പിന്നെ ഒരു വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞത് ഇവിടെ ചേർക്കുന്നുണ്ട്. ഇത്രയായി കഴിഞ്ഞ് ഏകദേശം ഈ പ്രിപ്പറേഷൻ കഴിയാറായിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഇളക്കി ആ ഒരു തിക്നെസ്, ചെറിയൊരു തിക്നെസ് വരണം. അതിനുശേഷം നമുക്ക് അരിച്ചെടുത്ത് തണുത്ത് കഴിയുമ്പോൾ ഒരു കുപ്പിയിലേക്ക് മാറ്റാം. ഇതൊരു 3-4 മാസത്തോളം കേടുകൂടാതെ സുഖമായിട്ട് ഫ്രിഡ്ജിൽ ഇരിക്കും. അപ്പം നമ്മൾ ഈ പുറത്തുനിന്ന് മേടിക്കുന്ന പൗഡേർഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് അല്ലെങ്കിൽ സ്ക്വാഷ്, അതിലൊക്കെ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത്, എന്ത് കെമിക്കൽസ് ചേർത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കളേഴ്സ് ചേർത്തിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല. അപ്പം നമുക്ക് ഇങ്ങനെ ഇത് നറുനീണ്ടി കിഴങ്ങ് വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്കും കൊടുക്കാം, നമുക്കും യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് നറുനീണ്ടി കിഴങ്ങിന് ഒരു മെഡിസിനൽ വാല്യൂ ഉണ്ട്. ശരീരം തണുപ്പിക്കുന്നതാണ്, പിന്നെ ദഹനത്തിനൊക്കെ സഹായിക്കും എന്നാണ് പറയുന്നത്. ആയുർവേദത്തിൽ പല ഗുണങ്ങളുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ നറുനീണ്ടി കിഴങ്ങ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതും ധൈര്യമായിട്ട് പിള്ളേർക്ക് കൊടുക്കാം, ഈ പറഞ്ഞ പോലെ നമുക്ക് കഴിക്കാം, ഗസ്റ്റുകൾക്കും കഴിക്കാം. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്ത ഒരു ഡ്രിങ്കാണ്. പഞ്ചസാര ഉണ്ട് എന്നുള്ളത് ഓർക്കണമെന്ന് മാത്രം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.